ലോകരക്ഷയ്ക്കായി ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് കുരിശിൻ്റെ വഴി. പൗരാണിക കാലഘട്ടം മുതൽ ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരുടെ വിശ്വാസ പാരമ്പര്യമാണ് കുരിശുമല തീർത്ഥാടനം. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിൽ ഭാഗഭാക്കായി തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അവയ്ക്ക് പ്രായശ്ചിത്തമനുഷ്ഠിക്കുവാൻ വിശ്വാസികൾ ഈ കുരിശിൻ്റെ വഴിയിൽ ആത്മന പങ്കുചേരുന്നു. മലനിരകളാൽ സമ്പന്നമായ കേരളത്തിലെ പ്രസിദ്ധമായ കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് പാലാ രൂപതാംഗമായ ബഹുമാനപ്പെട്ട തോമസ് ഓലിക്കലച്ചൻ. ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തുറ വല്യച്ചൻ കുരിശുമല ഉൾപ്പെടെ പ്രസിദ്ധങ്ങളായ 4 കുരിശുമലകൾക്ക് രൂപം നൽകുകയും അനേകം ഹൃദയങ്ങളെ വിശ്വാസത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ആഴങ്ങളിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ വന്യപുരോഹിതൻ. കുരിശിൻ്റെ വഴിയുടെ ആത്മീയതയിൽ ലയിച്ചു ചേർന്ന ജീവിതത്തിനുടമയായ അച്ഛൻ്റെ വിശിഷ്ടമായ ഇടവക സേവന പ്രവർത്തനങ്ങൾക്ക് സ്വർഗം നൽകിയ അംഗീകാരമായി വേണം ഓരോ കുരിശുമലയെയും നമുക്ക് മനസ്സിലാക്കാൻ. അച്ഛനാൽ സ്ഥാപിതമായ ഓരോ കുരിശുമലകൾക്ക് പിന്നിലും ദൈവപരിപാലനയുടെ ഓരോ കഥകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കുരിശുമല തീർത്ഥാടന കേന്ദ്രമാണ് അരുവിത്തുറ വല്യച്ചൻ കുരിശുമല. പാലാ രൂപതയിലെ അരുവിത്തുറ ഫൊറോനപ്പള്ളിയുടെ കീഴിലുള്ള അരുവിത്തുറ വല്യച്ചൻ മലയുടെ അടിവാരത്താണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഈശോയുടെ സഹന മരണ ഉത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇവിടെ രൂപീകൃതമായിരിക്കുന്ന ആത്മീയ നിർവൃതി നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാണ് അരുവിത്തുറ വല്യച്ചൻ മല. വിശുദ്ധ ഗീവർഗീസ് സഹദായെ പ്രത്യേകമായി ഓമന പേരായി ഇവിടെയുള്ള ആളുകൾ വിളിക്കുന്നത് വല്യച്ചൻ എന്നാണ്. അതുകൊണ്ടായിരിക്കാം അരുവിത്തുറ വല്യച്ചൻ മലയ്ക്ക് ആ പേര് ലഭ്യമായത്. വല്യച്ചൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊണ്ടൂർ മല. ഈ കൊണ്ടൂർ മലയെ വല്യച്ചൻ മലയാക്കി മാറ്റിയത് ഇവിടുത്തെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് ഓലിക്കലച്ചനാണ്. ഈ മലയുടെ ഒരു പ്രത്യേകത, രക്ഷയുടെ അടയാളമായി പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പോലെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ ഈ ദേശത്തിന് രക്ഷയുടെ ഒരു പ്രതീകമായിട്ട് 107 അടി ഉയരമുള്ള കുരിശ് മലമുകളിൽ നിലകൊള്ളുകയാണ്. ഈ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട്, കുരിശിനെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന 14 സ്ഥലങ്ങൾ പിന്നിട്ടുകൊണ്ട് കുരിശിൻ്റെ വഴി എത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവാണ് ഇവിടെയുള്ളത്. വലിയ നോമ്പിലെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് അരുവിത്തുറ പള്ളിയിൽ നിന്ന് ജപമാല പ്രദക്ഷിണവും തുടർന്ന് ഏകദേശം 5:20 വല്യച്ചൻ മലയിലേക്ക് കുരിശിൻ്റെ വഴിയും നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ മലമുകളിലേക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആളുകൾ ഒരുമിച്ച് ചേർന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നു, മലമുകളിൽ ദിവ്യബലി അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വല്യച്ചൻ മലയുടെ വലിയ സവിശേഷതയായിട്ട് നിലകൊള്ളുന്നത്. 2010 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ഞാൻ അരുവിത്തുറ ഫൊറോന പള്ളിയിൽ വികാരിയായിട്ട് ചുമതലയേൽക്കുന്നത്. അവിടെ നിലകൊള്ളുന്ന നന്മകൾ, ആഴമായ വിശ്വാസം, അവരുടെ നന്മകൾ ഊതിക്കാച്ചിയെടുക്കുവാനും അവിടെ കർത്താവിൻ്റെ ഒരു മനോഹര ഗ്രാമം പണിയുവാനുമായിട്ടാണ് ഉള്ള ആശയങ്ങളാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. എൻ്റെ ശുശ്രൂഷ പ്രകാരം ഞാൻ എല്ലാ വീടുകളും അരുവിത്തുറയിലെ സന്ദർശിച്ചു. 1400ഓളം വീടുകളുണ്ട്.
400ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഭവനങ്ങൾ എല്ലാം ആളുകളെ സംഘടിപ്പിച്ച് 1-2 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നീട് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ വീടില്ലാത്തവർ വന്നു. അവർക്കായിട്ട് അരുവിത്ര പള്ളി ഓരോ കാലഘട്ടത്തിലും സ്ഥലങ്ങൾ വാങ്ങിച്ച് ചെറിയ ചെറിയ തുണ്ടുകൾ കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട തോമസ് അച്ചൻ വികാരിയായിരുന്ന കാലത്ത് ഇടവകയിലെ ഭവനരഹിതരായവർക്ക് വീട് നിർമ്മിക്കാനായി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് ഇന്ന് കുരിശുമല സ്ഥിതി ചെയ്യുന്ന കൊണ്ടൂർ പ്രദേശം. ഭവന നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവിടെ മനോഹരമായ ഒരു കുരിശുമല കൂടി നിർമ്മിക്കുന്നതിലേക്ക് അച്ഛന്റെ ശ്രദ്ധ തിരിഞ്ഞു. തുടർന്ന് അച്ഛന്റെയും ഇടവക ജനങ്ങളുടെയും പരിശ്രമ ഫലമായി അവിടെ മനോഹരമായൊരു കുരിശുമല രൂപപ്പെട്ടു. കിലോമീറ്ററുകൾ നീളുന്ന കരിങ്കൽ പാകിയ കുരിശിന്റെ വഴിപാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ യേശുവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ തീർത്ഥാടക മനസ്സുകളിൽ പുനരാവിഷ്കരിക്കുവാൻ പീഠാനുഭവ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ യാക്കോബിന്റെ കിണർ, പിയാത്ത, തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ്, നാൽപ്പാമര കുരിശ്, വല്യച്ചൻമല പള്ളി, തിരുക്കബറിടം, മലയിൽ പഠിപ്പിക്കുന്ന ഈശോ, ഗെത്സമനിയിലെ പ്രാർത്ഥന, ഉദ്ധിതനായ യേശു, 107 അടി ഉയരമുള്ള കുരിശ് തുടങ്ങിയവ വിശ്വാസികളുടെ പ്രാർത്ഥനാ ചൈതന്യത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്നു. നോമ്പുകാലം കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ കുരിശിന്റെ വഴിയും വിശുദ്ധ ബലിയും അർപ്പിക്കപ്പെടുന്നു. പല ദേശങ്ങളിൽ നിന്നുമായി നിരവധി തീർത്ഥാടകരാണ് ഇവിടെ എത്തി പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നത്. 40 ഭവനങ്ങളുള്ള വല്യച്ചൻ ഗ്രാമം ഉൾപ്പെടുന്ന വല്യച്ചൻമല ശില്പസൗന്ദര്യവും ശാലീനതയും നിറഞ്ഞ ആകർഷകമായ ഒരു വിനോദ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. എൻ്റെ പേര് ഫാദർ ജോർജ് വെട്ടുകല്ലേൽ. ഞാൻ അറക്കളം മുത്തംപള്ളിയുടെ വികാരിയാണ്. ഈ പള്ളിയുടെ കീഴിലാണ് പ്രസിദ്ധമായ തുമ്പച്ചി തീർത്ഥാടന കേന്ദ്രം, തുമ്പച്ചി കുരിശുമല എന്ന് അറിയപ്പെടുന്നു. കുരുതിക്കളത്തിനും കരിപ്പെരിങ്ങാലിനും ഇടയ്ക്ക് 9ാം വളവിൽ അടുത്തായിട്ട് ആണ് ഈ തീർത്ഥാടന കേന്ദ്രം. ഇടുക്കി തൊടുപുഴ റൂട്ടിൽ മെയിൻ റോഡ് സൈഡിലായതുകൊണ്ട് ധാരാളം ആൾക്കാർ മിക്കപ്പോഴും അവിടെ കയറുകയും അവിടെയുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും അതിന് ചുറ്റുമുള്ളതായ മനോഹാരിത കണ്ട് ആസ്വദിച്ച് ഇറങ്ങുകയും ചെയ്യാറുണ്ട്. 40ാം വെള്ളിയാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയുമാണ് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ പ്രവാഹവും പ്രാർത്ഥനയും എല്ലാം നടക്കുക. വർഷത്തിൽ ഈ 2 ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ടതായിട്ട് അവിടെ വളരെയേറെ തീർത്ഥാടകർ, ഏതാണ്ട് 4000-5000ത്തോളം വരുന്ന തീർത്ഥാടകർ 2 ദിവസങ്ങളിലും അവിടെ വരാറുണ്ട്. 40ാം വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ 9 മണി 10 മണി വരെ അവിടെ തീർത്ഥാടകർ വന്നു പോകുന്നു. ദുഃഖവെള്ളിയാഴ്ചത്തെ സ്ഥിതിയും ഇതുതന്നെയാണ്. രാവിലത്തെ പള്ളികളിലെ തിരുക്കടമകൾ കഴിഞ്ഞാൽ ഉടനെ 10 മണിയോടുകൂടി അവിടെ ജനപ്രവാഹമായി പാതിരാ വരെയും ആൾക്കാർ കയറുകയും ഇറങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നോമ്പിൻ്റെ ചൈതന്യം പേറിയാണ് 40ാം വെള്ളിയാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ദൈവജനം അവിടെ എത്തുന്നത്. നാനാജാതി മതസ്ഥർ അവിടെ എത്തുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഫൊറോനയിൽ ഉള്ളവർ കൂടാതെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ വരികയും പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് പാപമോചനം യാചിക്കുകയും ചെയ്യുന്ന സ്ഥലമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1993 ഡിസംബർ 15 ഞാൻ അറക്കുളം പുത്തംപള്ളിയിൽ വികാരിയായി ചാർജ് എടുത്ത്. ഞാൻ വന്നത് എൻ്റെ ആദ്യത്തെ ഇടവകയായ വികാരിയായ ആദ്യത്തെ ഇടവക ഉരുളികുന്നത്ത് നിന്നാണ്. അവിടെ ധാരാളം പ്രവർത്തനങ്ങൾ തനിയെ ചെയ്തിട്ടുണ്ട്. ഇടവകയുടെ പള്ളിയുടെ
മുഖവും മുറ്റവും എല്ലാം മനോഹരമാക്കുവാൻ. എൻ്റെ ആ സ്വഭാവം അറിയാവുന്ന ഒരു കാരണവർ അന്ന് പറഞ്ഞു, ഇത് അച്ഛന് കൊള്ളാവുന്ന സ്ഥലമാണ്, ഇവിടെ ധാരാളം മലകളുണ്ട്. മലകളെ എന്നും ഇഷ്ടപ്പെട്ടിരുന്നയാളാണ് ഞാൻ. കുഞ്ഞുനാൾ മുതൽ മലകളിലും കുന്നുകളിലും എല്ലാം കയറി ഇറങ്ങി നടക്കുക എനിക്കൊത്തിരി സന്തോഷം തരുന്നതാണ്. അത് തമ്പുരാൻ്റെ ഇരിപ്പിടമായിട്ട് പരിശുദ്ധമായ ഒരു സ്ഥാനം മലകൾക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മലകളെ സ്നേഹിച്ചിരുന്നു. മലകളെ കയറാൻ ആഗ്രഹമായിരുന്നു. അറക്കുളം എന്നാൽ അതൊരു കുളമാണ്, ചുറ്റും മലകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ഗ്രാമം. അറക്കുളത്ത് പുത്തമ്പള്ളി വികാരിയായിട്ട് വരുമ്പോൾ ചുറ്റുമുള്ള മലകളെ കൗതുകപൂർവ്വം വീക്ഷിച്ചു വന്നു. അതിലേറ്റവും ഉയരമുള്ള മല തുമ്പച്ചി മല എന്നറിയപ്പെട്ടിരുന്ന മലയാണ്. ആ മലമുകളിൽ പണ്ട് കാരണവന്മാർ വച്ച ഒരു കുരിശുണ്ടായിരുന്നു. ആ കുരിശ് പിൽക്കാലത്ത് ആരോ ഒടിച്ചിടുകയും അതിൻ്റെ മുകളിൽ വീണ്ടും വാർത്ത് ഒരു പകുതി വാർത്ത ഒരക്കുരിശായി അതവിടെ ഇരിപ്പുണ്ട്. ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ മല പള്ളിമുറ്റത്ത് കൊടിമരത്തിന് ചുവട്ടിലിരുന്നാൽ നല്ലതുപോലെ കാണാം. ഞാൻ വൈകുന്നേരങ്ങളിൽ അതിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് ചുറ്റും കണ്ട് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. ആ കൂട്ടത്തിലൊന്ന് ചേർത്തു, ഈ മല എന്നെങ്കിലും ഒരു കർത്താവിൻ്റെ മലയായിട്ട് മാറ്റാൻ കൃപ തരണം. മാതാവ്, അറക്കുളം മാതാവ് എനിക്ക് അമ്മ സമാനമാണ്. അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്നും കേൾക്കും. അമ്മയോട് ഞാൻ പറയും, അമ്മ ഇതെല്ലാം നല്ല കാര്യമല്ലേ, നമ്മുടെ പള്ളിയുടെ നേരെ എതിർവശത്ത് ആ മല ഈശോയുടെ മലയാക്കി മാറ്റണം. അമ്മ സഹായിക്കണം. അമ്മ അത്ഭുതകരമായി സഹായിച്ചു. പാലാ രൂപതയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ അറക്കുളം പുത്തംപള്ളിയുടെ ഭാഗമായി ഫാദർ തോമസ് ഓലിക്കലാൽ സ്ഥാപിതമായ ഒരു കുരിശുമലയാണ് തുമ്പച്ചി കുരിശുമല. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ കാൽവരിക്കുന്നാണ് തുമ്പച്ചിമല. ഈശോമിശിഹായുടെ പീഠാനുഭവങ്ങളെ ധ്യാനിക്കാൻ സഹായിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങൾ കൂടാതെ ഈശോയുടെ കബറിടം, തിരുപ്പിറ വിഗ്രഹം, ഈശോയെ പിശാച് പരീക്ഷിക്കുന്ന രംഗങ്ങൾ, കുരിശുമല പള്ളി തുടങ്ങി അനേക കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. കപ്പലാകൃതിയിലുള്ള ഈ മലയുടെ പ്രകൃതി ഭംഗിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ അതിമനോഹരമായാണ് ഈ കുരിശുമല ക്രമീകരിച്ചിരിക്കുന്നത്. പാപപരിഹാരം ചെയ്യുന്നതിനും ആത്മനവീകരണത്തിനുമായി ദിനവും അനേകരാണ് ഈ മലയിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് കടന്നുവരുന്നത്. ഒരു കുടിയേറ്റ പ്രദേശമായ തുടങ്ങനാട്ടിലേക്ക് പാലാ, കടനാട്, രാമപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കർഷകർ കുടിയേറിപ്പാർത്തു. കുടിയേറിപ്പാർത്ത വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്നതിനായി കുർളങ്ങാട്ടിക്കാരനായ ബഹുമാനപ്പെട്ട ജേക്കബ് മണക്കാട്ടച്ചൻ വന്നു ചേരുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ആരാധനാലയം കെട്ടിപ്പടുക്കുകയും ചെയ്തു. 2016 ജൂലൈ 3-ാം തീയതി ആരാധനാലയം ഇവിടെ ആരംഭിക്കുകയും ആരാധനാലയത്തിൽ നിലവിൽ വരികയും ചെയ്തു. അതാണ് ഒരു ഇടവപ്പള്ളിയായി വീണ്ടും മാറിയത്. ഈ പള്ളിയിലെ വികാരിയായി 2005 മുതൽ വികാരിയായി സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട തോമസ് ഓലിക്കലച്ചൻ ആ കാലഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച തേവറമ്പ് കുഞ്ഞച്ചനെ സ്മരണയ്ക്കായിട്ട് വാഴമലയിൽ ഒരു കുരിശുപടി സ്ഥാപിക്കുകയും അത് പിന്നീട് ഒരു കുരിശുപള്ളിയായി ഉയർത്തുകയും ചെയ്തു. വാഴമല വീണ്ടും അത് കുഞ്ഞച്ചൻ മലയായി മാറുകയും ചെയ്തു. ഈ കുഞ്ഞച്ചൻ മലയിലേക്ക് എല്ലാ വർഷവും നോമ്പ് കാലത്ത് വെള്ളിയാഴ്ചകളിലും ഇടവ ദേവാലയത്തിൽ നിന്നും ജപമാല പ്രദർശനമായി പോവുകയും മലയുടെ അടിവാരത്തു നിന്ന് കുരിശിൻ്റെ വഴി കഴിച്ച്
മലമുകളിലെത്തി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു. കുഞ്ഞച്ചൻ മല ഇന്ന് വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മലയായി മാറിയിട്ടുണ്ട്. ധാരാളം ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്കായി വന്നുകൊണ്ടിരിക്കുന്നു. തുടങ്ങനാട് ഫൊറോന പള്ളിയിലെ വികാരിയായിട്ട് 2005 ജനുവരി 29 ഞാൻ ചാർജ് എടുക്കുന്നത്. തുടങ്ങനാട് എന്ന് പറഞ്ഞാൽ മലകളുടെ നാടാണ്. കൊച്ചു കൊച്ചു സൗന്ദര്യമുള്ള മുട്ടക്കുന്നുകളാണ്. അതിൻ്റെ ഉച്ചയിൽ എല്ലായിടത്തും തെങ്ങുകളാണ്. തെങ്ങുകൾ കൈവീശി ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത്തരം കുന്നുകൾ നിറഞ്ഞ തുടങ്ങനാട് ഇടവകയിലെ വാഴമല എന്ന മല പ്രസിദ്ധമായിരുന്നു. അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചത് കപ്പുച്ചിൻ മിഷൻ ധ്യാനത്തിന് വന്ന അച്ഛന്മാരാണ്. അവരുടെ ലിയോ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ 1949 ഒരു കുരിശ് സ്ഥാപിച്ചു. അവിടെ വെച്ച് കപ്പുച്ചിൻ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു ഭാഗം നടന്നു. അങ്ങനെ അന്ന് വെച്ച കുരിശ് മാവ് കൊണ്ടുള്ള തടിയിൽ വണ്ണമുള്ള 2 തടി കഷ്ണങ്ങൾ ആ പാറയോടടുത്ത് ഇച്ചിരി മണ്ണുള്ളിടത്ത് കുഴിച്ചിട്ടതാണ്. അത് ചുവട് പിടിച്ചങ്ങോട്ട് വളർന്ന് വലിയ മാവുകളായിട്ട് 2 മാവുകൾ ഇന്ന് ആ മലയുടെ മണ്ടയിലുണ്ട്. ചുറ്റും അവിടെ പാറയുമാണ്. ആ പാറയിൽ ഞാൻ വരുമ്പോൾ അവിടെ ഒരു മാർത്തോമാ കുരിശ് പരേതനായ കച്ചിറമറ്റത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിച്ചിരുന്നു. കുഞ്ഞാഗസ്തി അച്ഛൻ്റെ നേതൃത്വത്തിൽ. പിന്നീട് എല്ലാ ദുഃഖവെള്ളിയാഴ്ച ആളുകൾ അവിടെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. പാലാ രൂപതയിൽ ഇടുക്കി ജില്ലയിലെ തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ കീഴിലാണ് വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ആദ്യ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. നിരവധി മലകൾ നിറഞ്ഞ നാടായ തുടങ്ങനാട്ടെ വാഴമലയിലാണ് തോമസ് അച്ഛനാൽ സ്ഥാപിതമായ ഈ കുരിശുമല നിലകൊള്ളുന്നത്. പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കുരിശുമലയിൽ കുഞ്ഞച്ചൻ്റെ നാമത്തിലുള്ള ഒരു കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ചകളിലും കുഞ്ഞച്ചൻ്റെ തിരുനാളുകളിലുമാണ് പ്രധാനമായും ഇവിടെ ധാരാളം തീർത്ഥാടകർ എത്തിച്ചേരുന്നത്. ആണ്ട് ഫെബ്രുവരി മാസം 6 ഞാൻ കൊഴുവനാൽ പള്ളിയിൽ വികാരിയായി ചുമതല ഏറ്റെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 2ാം വരവായിരുന്നു. 1977 ജൂൺ മാസം 4 തുടങ്ങി 79 സെപ്റ്റംബർ 1 വരെ 2 വർഷത്തിന് മുകളിൽ ഇവിടെ അസിസ്റ്റൻ്റ് വികാരിയായി ഞാൻ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇടവകയിലെ എല്ലാ ജനങ്ങളുമായിട്ട് എനിക്ക് ഒത്തിരി പരിചയമുണ്ടായിരുന്നു. എല്ലാ കുടുംബങ്ങളിലും തന്നെ വൈദിക പാരമ്പര്യമുള്ള ഇടവക. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള ഇടവക. 125 വൈദികർ സ്വന്തമായുള്ള ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും അച്ഛന്മാരോട് പ്രത്യേകമായൊരു താല്പര്യവും മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക വാത്സല്യവും കൊച്ചച്ഛൻ എന്നുള്ള നിലയിൽ എന്നോടുണ്ടായിരുന്നു. ആ നിലയ്ക്ക് അവരുടെ സ്നേഹം വികാരിയച്ഛൻ്റെയും ഇടവകാംഗങ്ങളുടെയും ഓരോ കുടുംബത്തിൻ്റെയും സ്നേഹം അനുഭവിച്ചുള്ള ഒരു കാലഘട്ടമാണ്. ഇവിടെ നിന്നും പോകേണ്ടി വന്നപ്പോൾ സങ്കടം തോന്നി. കുറച്ചു കാലം കൂടെ കൊഴുവനാൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരുവിത്തറ നിന്നും എനിക്ക് കൊഴുവനാലേക്ക് സ്ഥലമാറ്റം ലഭിച്ചത്. അത് വലിയ ഒരു സന്തോഷ നിമിഷമായിരുന്നു. കൊഴുവനാൽ ഇടവക
അതിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ ഇടവകയായിരുന്നു. അന്ന് 400 വീടുകളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട തോമസ് ഒലിക്കലച്ചൻ ഇപ്പോൾ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന പാലാ രൂപതയിലെ കൊഴുവനാൽ വിശുദ്ധ ജോൺ നപുംസ്യാന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ പള്ളിയിലെ കുരിശുമലയും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. 1898 മുതൽ 1946 വരെ 48 വർഷത്തോളം ഇടവകയിലെ പൂർവികരെ സംസ്കരിക്കാൻ ഉപയോഗിച്ച സെമിത്തേരിയാണ് ഇന്ന് കുരിശുമലയായി രൂപാന്തരപ്പെട്ടത്. പടുകൂറ്റൻ പാറക്കല്ലുകൾ ഉപയോഗിച്ച് യന്ത്രസഹായത്തോടെയാണ് ഈ കുരിശിന്റെ വഴിയും ഇതിലെ കബറിടപ്പള്ളിയും നിർമ്മിച്ചിരിക്കുന്നത്. 30 അടി ഉയരമുള്ള പിയാത്തയും 71 അടി ഉയരമുള്ള കുരിശും ഉൾപ്പെടെ നിരവധി സവിശേഷതകൾ ഈ കുരിശുമലയ്ക്കുണ്ട്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ നപുംസ്യാൻ പുണ്യവാന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ കുരിശുമലയിൽ ധാരാളം ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രധാനമായും നോമ്പുകാലത്തെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ കുരിശിന്റെ വഴിയും ദിവ്യബലിയും അർപ്പിക്കപ്പെടുന്നു. ഫാദർ തോമസ് ഒലിക്കൽ കൊഴുനാപ്പള്ളിയുടെ വികാരി അച്ഛനായിട്ട് ഇപ്പോൾ 4 വർഷമായി. അച്ഛന് ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ അച്ഛന് സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. 4 മലകൾ ഇതിനോടകം അച്ഛൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ 4 മലകളിൽ 4ാമത്തെ മലയാണ് കൊഴുവനാൽ നെപ്പുമല. അച്ഛനെ എപ്പോഴും അറിയപ്പെടുന്നത് മലകളുടെ നിർമ്മാതാവായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ പേര് ഊന്നിയ അച്ഛനായിട്ടാണ്. എന്നാൽ അച്ഛൻ്റെ ജീവിതത്തിലെ ലൈഫ് പാർട്ടിൽ 25% മാത്രമേ ഈ മലകളുടെ നിർമ്മിതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി 75% എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഇടവക ശുശ്രൂഷയാണ് അവിടെ എടുത്തു പറയേണ്ടത്. ഒരിടവകയിൽ എന്തെല്ലാം വേണോ അതെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് പാവങ്ങളുടെ കാര്യത്തിൽ വളരെ കരുണയോടെ പാവങ്ങളെ കാണുന്നു. ഒരു മല ഒരിടത്ത് നിർമ്മിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ആ ഇടവകയിൽ പാവങ്ങളുടെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ടോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഇപ്പോൾ 50 ലക്ഷം രൂപയോളം ഈ 4 വർഷങ്ങൾ കൊണ്ട് പാവങ്ങളുടെ കാര്യത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു. ഇവിടെ ഏകദേശം 30ഓളം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് മലയുടെ നിർമ്മിതിയിലേക്ക് മാറുവാനായിട്ട് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഈ മലകൾ ഞങ്ങളുടെയൊക്കെ ആത്മീയത വിളിച്ചുണർത്തുന്നുണ്ട്. ഒരിടവകയിൽ ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ, കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഒക്കെ ഈ മല ഒത്തിരി ഉണർവും ഒത്തിരി പ്രചോദനവും നൽകുന്നു. പൂഞ്ഞാർ കിഴക്കൻ കുരിശുമല അല്ലെങ്കിൽ വാഗമൺ കുരിശുമല പാലാ രൂപതയിൽ തന്നെ ഉള്ള കുരിശുമലയാണ്. ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആ കുരിശുമലയുടെ കാര്യങ്ങൾ നടത്തിയിരുന്നത് അടിവാരം പള്ളി, പെരിങ്ങളം അപ്പുറത്തുള്ള അടിവാരം പള്ളിയിലെ വികാരിയും ഇടവകാംഗങ്ങളും ചേർന്നാണ്. എൻ്റെ മൂത്ത സഹോദരനായ അലക്സാണ്ടർ ഒലിക്കൽ അച്ഛൻ അവിടെ വികാരിയായിരുന്നപ്പോൾ ഞാൻ തൃശ്ശിനാപ്പള്ളിയിൽ വൈദിക വിദ്യാർത്ഥിയായിരുന്നു. അവധിക്കാലത്ത് വരുമ്പോൾ എല്ലാ വർഷവും ചേട്ടൻ്റെ കൂടെ ആ മലയിലെ ശുശ്രൂഷകളിൽ സഹായിക്കാനും മല കയറുവാനുമായിട്ട് പോകുമായിരുന്നു. കിഴക്കാന്തൂക്കായ പൂഞ്ഞാർ കുരിശുമല അടിവാരത്തു നിന്നും കയറുമ്പോൾ റോഡുകളൊന്നുമില്ലാതെ കാട്ടുവഴികളിലൂടെ 6 കിലോമീറ്ററോളം നടന്ന് കയറണമായിരുന്നു. അവിടെ എത്തിയാൽ അതിമനോഹരമായി മീനച്ചി താലൂക്ക് മുഴുവൻ കാണാൻ കഴിയുന്ന ഒരനുഭവമായിരുന്നു. അന്ന് ആ മല കൂടുതൽ മനോഹരമാക്കാൻ ജ്യേഷ്ഠൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. ഇടവക്കാരും കൂടി നമ്മുടെ മലകളെല്ലാം കർത്താവിൻ്റെ മഹത്വം വിളിച്ച് പറയണം, അത്യുന്നതൻ്റെ മലയായിട്ട് മാറണം, കർത്താവ് വസിക്കുന്ന സീനായി മല പോലെ നമ്മുടെ മലകളെല്ലാം ഉയരണം എന്ന അതിന്
വൈദികനായി കഴിയുമ്പോൾ പരിശ്രമിക്കണം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ആഴമായിട്ട് വളർന്ന ആ കാലഘട്ടങ്ങളിലാണ്. പിന്നീട് അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് പാപമോചനം കിട്ടി അനുഗ്രഹം നേടി ആളുകൾ പോകുന്നത് കാണുമ്പോൾ കൂടുതൽ ആത്മീയത അവിടെ വളർത്തണം. കുമ്പസാരിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. അവിടെ അവരെല്ലാവരും ഈശോയുടെ ചേർന്ന് പോകാൻ, കർത്താവിൻ്റെ വലിയ കാരുണ്യം പ്രകീർത്തിക്കാനും ആ കാരുണ്യം ഹൃദയം നിറയെ സ്വീകരിക്കുവാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും സന്തോഷം പകരാനും ഒരു വലിയ ഉപകരണമായിട്ട് ഈ മലകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. കുരിശിൻ്റെ വഴിയുടെ ആധ്യാത്മികത ജീവിതത്തിൽ പകർത്തി അനേകർക്ക് അത് പകർന്നു കൊടുക്കുവാൻ ഈ പുരോഹിതന് സാധിച്ചു. ഓരോ കുരിശുമലയും ക്രൂശിതനിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. തീർച്ചയായും അത് ചൂണ്ടിക്കാണിച്ചവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്.